പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട CMDയുടെ 10 കൽപ്പനകളിൽ 3 കൽപ്പനകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. ഇനി അടുത്ത 3 കൽപ്പനകളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതിൽ പ്രധാനമായും ആദ്യത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തേത് ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരെ കണ്ടക്ടർ സഹായിക്കണം എന്നുള്ളതാണ്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ ഇവർക്കൊക്കെ ബസ്സിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കണ്ടക്ടർ സഹായിക്കണം എന്നുള്ളതാണ് നാലാമത്തെ നിർദ്ദേശം. ബുദ്ധിമുട്ടുള്ള യാത്രക്കാർക്ക്, ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള യാത്രക്കാർക്ക് അവരെ കണ്ടക്ടർ പിടിച്ചു കയറ്റുക എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു. കുട്ടികളും വയോജനങ്ങൾ, വൃദ്ധജനങ്ങൾ, സുഖമില്ലാത്ത ആളുകൾ എന്നീ ആളുകളെ പിടിച്ചു കയറ്റുക എന്നുള്ളൊരു നിർദ്ദേശം വെച്ചു. നല്ല കാര്യമാണ്, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പുതിയ നിയമപ്രകാരം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, KSRTC ബസ്സുകൾക്ക് 4 സ്റ്റെപ്പുകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശം പുതിയതായിട്ട് മുന്നോട്ട് വന്നു. ഒരു ഓർഡറൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺസിനെ നമ്മൾ ബഹുമാനിക്കുകയും അവർക്ക് ആവശ്യമുള്ള മര്യാദ കൊടുത്ത് അവരെ യാത്രക്കാരെ കൊണ്ടുപോവുകയും ചെയ്യണം. കൂടാതെ നമ്മളെ ജനറൽ പോലുള്ള വാഹനങ്ങളിൽ സീറ്റുകൾ, യാത്രക്കാർ കയറുന്ന പടി വളരെ വിശാലവും താഴ്ന്നതുമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് വിദേശ രാജ്യങ്ങളിലെ പോലെ നമ്മളുടെ റോഡുകൾ അത്ര വികസിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ വീൽ ചെയർ തന്നെ അകത്തേക്ക് കയറി പോകുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ബസ് ബേകൾ പ്രധാനമായും വലിയ വലിയ ബസ് സ്റ്റാൻഡിലെ ബസ് ബേകളെങ്കിലും അത്തരം രീതിയിൽ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ കൊണ്ടുവന്ന് ഈ ആളുകളെ ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ആ നിർദ്ദേശത്തെ വെൽഫെയർ അസോസിയേഷൻ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഇനി അടുത്ത വേറൊരു ഗുരുതരമായ അഭിപ്രായം താങ്കൾ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭക്ഷണത്തിന് ശുചിത്വമുള്ള ഹോട്ടലുകൾക്ക് മുന്നിൽ നിർത്തുക. അതായത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ പോരാ, വൃത്തിയും ശുചിത്വവും ഉള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകൾ ലഭ്യമായതുമായ ഹോട്ടലുകളിൽ മാത്രമേ ബസ്സുകൾ കൊണ്ടുപോയി നിർത്താവുള്ളൂ. ഇത്തരത്തിൽ നിർത്തുന്ന സ്ഥലം, സമയം എന്നിവയടങ്ങിയ ഷെഡ്യൂൾ യാത്രക്കാർ കാണുന്ന വിധം പ്രദർശിപ്പിക്കേണ്ടതാണെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഹോട്ടലുകളിൽ വൃത്തി ഉണ്ടാകണം. കുളിമുറി, കക്കൂസ് ഇതെല്ലാം യാത്രക്കാരെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ വൃത്തിയുള്ളതായിരിക്കണം. സാർ, ഇത് ഞങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് സാർ. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യാത്രക്കാർ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ നിർത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നിർദ്ദേശിച്ച ഹോട്ടലിൽ മാത്രമാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്ന ലിസ്റ്റിലുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ നിർത്തുന്നത്. അവിടെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വയറിളകുന്നതും വയറിളക്കം ഉണ്ടാവുന്നതും ഒക്കെ ആയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം ആ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കമ്മീഷൻ വരെ അടിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. ഹോട്ടലിൻ്റെ ലിസ്റ്റ് തന്നിട്ട് ജീവനക്കാരൻ അതിനകത്ത് 100 രൂപ കിട്ടുന്നോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ കമ്മീഷൻ അടിച്ച ആളുകൾ വരെ താങ്കൾക്ക് മുമ്പേ വന്നിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി ജീവനക്കാരനല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുതിയ ലിസ്റ്റ് ഉണ്ടാക്കണം. പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയണം അവിടെ നിന്ന് നിർത്തണം. അല്ലെങ്കിൽ യാത്രക്കാർ അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ചോദിക്കുക, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഹോട്ടലിലാണ് KSRTC ബസ്സിനെ നിർത്താൻ പറ്റിയ ഹോട്ടൽ എന്ന് ജനങ്ങളുടെ അഭിപ്രായം. കാര്യം താങ്കൾ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടല്ലോ, അത് ചോദിക്കുക. അതനുസരിച്ചുള്ള ഹോട്ടലിൽ നിർത്തുക. ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് അവർക്ക് ഭക്ഷണം വലിയ കാര്യമാണ്. കാരണം മാന്യമായ ആഹാരം കിട്ടുന്ന, നല്ല ആഹാരം കിട്ടുന്ന, മാന്യമായ വിലയിൽ ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിർത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അത് ജീവനക്കാർക്കും യാത്രക്കാർക്കും സന്തോഷമാവും. ജീവനക്കാരെ ഭക്ഷണത്തിൽ കമ്മീഷൻ അടിക്കാൻ ശ്രമിക്കല്ലേ സാർ. കാര്യം ഇപ്പം തന്നെ അവർ കമ്മീഷൻ അടിച്ചടിച്ച് ഒരു പരുവത്തിലായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും താങ്കളോട് ഒപ്പം നിൽക്കാം. പക്ഷേ താങ്കൾ ഇതിനു മുമ്പ് ഇരുന്ന ആളുകൾ ഇറക്കിയ ഉത്തരവുകൾ മരവിപ്പിച്ചിട്ട് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും താല്പര്യം പരിഗണിച്ചുകൊണ്ട് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോവുക. കൂടാതെ KSRTCയുടെ ക്യാൻറ്റീനുകളുണ്ടല്ലോ സാർ, വല്ലപ്പോഴും താങ്കൾ അവിടെ കയറി ഒന്ന് ഭക്ഷണം കഴിച്ച് നോക്കണം. അപ്പോഴേ അതിൻ്റെ മഹത്വം മനസ്സിലാവും. KSRTCയിലെ ജീവനക്കാർ മിക്കവാറും ആ ഹോട്ടലുകളിൽ നിന്നാണ് കഴിക്കുന്നത്. 35-40 രൂപയ്ക്ക് ചോറ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. നിവൃത്തികേട് കൊണ്ട് കഴിച്ച് പോകുന്നതാണ് സാർ. കഴിച്ച് ബാത്റൂമിൽ പോയതിന് ശേഷം വണ്ടി കയറും. അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീണ്ടും കക്കൂസി പോകണമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയും കൂടെ സാറ് KSRTC ക്യാൻറ്റീനുകളുടെ ദുരവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഓർഡർ നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല.
ഇനി ആറാമത്തേത്, അതായത് കണ്ടക്ടർമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ കർശന നടപടി ഉറപ്പാണ്. അതായത് ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകും. ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക, തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് കൊടുക്കാതിരിക്കുക, മോശം പെരുമാറ്റം, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബാക്കി ചോദിക്കുമ്പോഴത്തേക്കും ചൂടായാൽ കണ്ടക്ടർമാർ പെടുമെന്ന് ചുരുക്കം. അതിൽ ആറാമത്തെ കാര്യം താങ്കൾ പറഞ്ഞു, നല്ല കാര്യമാണ്. അൺകളക്റ്റഡ് ഫെയർ, കളക്റ്റഡ് ഫെയർ, കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണം സാർ, ആരായാലും. പക്ഷേ അതിനൊരു മാനദണ്ഡം വെക്കണം സാർ. 10-80 യാത്രക്കാർ കയറിയിരിക്കുന്ന ഒരു വണ്ടിയിൽ ഒരു അൺകളക്റ്റഡ് ഫെയർ പിടിച്ചാൽ അത് കണ്ടക്ടറിൻ്റെ ഉത്തരവാദിത്തമല്ല സാർ. മനഃപൂർവ്വം യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാത്തതാണ്. കണ്ടക്ടർ അതിൽ നിരപരാധിയാണ്. ഇനി 100 യാത്രക്കാർ കയറുന്ന സ്കൂൾ ബസ്, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കയറുന്ന ഒരു ബസ്സിൽ ഒരു കുട്ടി ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അത് കണ്ടക്ടറുടെ കുറ്റമല്ല സാർ. അയാൾ കൃത്യമായി അയാളുടെ ജോലി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ യാത്രക്കാരിൽ നിന്നും സർക്കാർ പറഞ്ഞ പിഴ 500 രൂപ പിഴ ഈടാക്കിയാൽ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ അത് ആളുകൾ അത് മനസ്സിലാക്കുകയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയും ചെയ്യും. അതിന് പകരം എല്ലാത്തിനും കണ്ടക്ടറെ ക്രൂശിക്കാൻ നിൽക്കരുത്. കാരണം അവനും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. മുട്ടിക്കുന്ന ആളിനെ പിടിക്കണം. തെറ്റായ പ്രവൃത്തി, മാന്യമായ പെരുമാറ്റം അത് ചെയ്യണം. മാന്യമായ പെരുമാറ്റം ഏത് പ്രവർത്തനത്തിൻ്റെയും ആവശ്യമാണ്. ഏത് സ്ഥാപനം നിലനിന്നിട്ട് മുന്നോട്ട് പോകാൻ മാന്യമായ സംസാരവും രീതിയും ഭാഷയും എല്ലാം അത്യാവശ്യമാണ്. യാത്രക്കാർക്ക് ബാക്കി കൊടുക്കേണ്ടത് കൊടുക്കുക. പക്ഷേ രാവിലെ കയറിയിട്ട് 10 യാത്രക്കാർ കയറിയാൽ 10 പേരും 500 നോട്ട് തന്നു കഴിഞ്ഞാൽ ഇയാൾ വലിയ റിസർവ് ബാങ്കിലൊന്നും അല്ല ജോലി ചെയ്യുന്നത്. റിസർവ് ബാങ്കിലാണെങ്കിലും വീട്ടിൽ പൈസ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സാർ. അത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള ജീവനക്കാരും KSRTC-യിലില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നടപടിയെടുക്കാവൂ. അല്ലാത്ത പക്ഷം അയാളെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി അയാളെ നിരവധികം ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നുകൂടി ഇത്തരുണത്തിൽ താങ്കളെ അറിയിക്കുന്നു. Thank you.